ഹായ് ഗായ്സ്, കുറച്ച് നാൾക്ക് മുന്നായിട്ട് ടിക്ടോക്കിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള ഒരു ഫേസ് മാസ്കിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കണ്ടിട്ട് ഒത്തിരി പേര് കണ്ടിട്ടുണ്ട്. ഇത് ഒത്തിരി പേര് യൂട്യൂബിനകത്താണെങ്കിലും ഇൻസ്റ്റാഗ്രാമിനകത്താണെങ്കിലും എല്ലാവരും ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊരു വീഡിയോ അതുപോലെ കൊണ്ടുവരുവാണെങ്കിലും അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ വീഡിയോ ചെയ്യുള്ളൂ. ഇതിന് മുന്നേ നമ്മളൊരു ക്യാരറ്റ് ഓയിൽ ഒത്തിരി പേര് ചെയ്തിട്ടുണ്ട്. ആരും തന്നെ എല്ലാവരും ഞാൻ പറയുന്നില്ല, പക്ഷെ മിക്ക ആൾക്കാരും ക്യാരറ്റ് ഓയിൽ വെളിച്ചെണ്ണയിൽ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിമ്പിൾസ് വന്ന് പണി കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം പഠിച്ചതിന് ശേഷം മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ. അപ്പോൾ ഇതിന് മുന്നേ എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, ഇതുപോലെ ചിയാ സീഡ് വെച്ചിട്ട് ഒരു മാസ്ക് ചെയ്ത് കാണിക്കാമോ എന്നുള്ളത്. അപ്പോൾ ഞാനത് പെൻഡിങ്ങിൽ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഇത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ആൾക്കാർ കണ്ടുപിടിച്ച് ചെയ്തിട്ടുള്ള ഒരു ഇതല്ല. ഇത് നമ്മളിപ്പോൾ ടിക്ടോക്കിൽ ഞാൻ പറഞ്ഞല്ലോ വൈറലായിട്ടുള്ള വീഡിയോ ആണെന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഇതുപോലെ കൊറിയൻസോ ജാപ്പനീസോ ആരോ ഇതുപോലെ ചെയ്തിട്ട് അതങ്ങ് വൈറലായി നമ്മുടെ കേരളത്തിലെത്തി. പിന്നെ അതെല്ലാം ഏറ്റുപിടിച്ച് നമ്മുടെ യൂട്യൂബിലത്തെ എല്ലാവരും ഏറ്റുപിടിച്ച് ചെയ്തെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്കത് ചെയ്യാനായിട്ട് കുറച്ച് പേടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്ത അന്ന് തന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് എൻ്റെ ഫേസിൽ പിമ്പിൾസ് വരാൻ തുടങ്ങി. മീൻസ് ചെറിയ കുഞ്ഞ് പിമ്പിൾസ് പൊന്താൻ തുടങ്ങി. വൈകുന്നേരം ആകുമ്പോഴേക്കും രാവിലെ ഇട്ടിട്ടുള്ളൂ കേട്ടോ, പക്ഷെ അത് വൈകുന്നേരം ആകുമ്പോഴേക്കും എനിക്ക് ചെറിയൊരു പിമ്പിൾസ് ഇങ്ങനെ എനിക്ക് എൻ്റെ നെറ്റിയിലായിരുന്നു കേട്ടോ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എനിക്ക് പേടിയായിരുന്നു ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ ഇത് ഒരു 90 അല്ലെങ്കിൽ ഒരു 80% ആൾക്കാരും ഇതൊരു ടൈം പാസിങ്ങിനായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. ബാക്കിയൊരു 20% ആൾക്കാർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ സത്യസന്ധമായിരിക്കണം. ഇത് നല്ല രീതിക്ക് ചെയ്ത് അവർക്ക് നല്ല റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നും ഇതിനകത്ത് ഇടുന്നത്. അപ്പോൾ അവർക്ക് പണി കിട്ടാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ആകെ പേടിയായി. അങ്ങനെ ഞാനതങ്ങ് വീണ്ടും എടുത്ത് വെച്ചു. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ഗുഡൻസ് പിടികിട്ടി. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ഈ ഒരു എന്താ പറയുക നമ്മൾ ജെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് എനിക്കൊരു ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അങ്ങ് ഇതായി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. വേഗം അത് കാര്യം പിടികിട്ടി, എന്താണ് കുരു വരാനുള്ള കാരണം എന്ന് എനിക്ക് പിടികിട്ടി. അപ്പോൾ അത് എല്ലാവർക്കും വരത്തില്ല കേട്ടോ. ഈ ഓയിൽ സ്കിൻ എസ്പെഷ്യലി നമുക്ക് ഓയിൽ സ്കിൻ ടൈപ്പ് ആർക്കാണ് ഈ ഒരു സംഭവം വരത്തുള്ളൂ. ഡ്രൈ സ്കിന്നുകാർക്കോ അല്ലെങ്കിൽ നോർമൽ സ്കിന്നുകാർക്കോ ഒന്നും ആ ഒരു പ്രശ്നം വരത്തില്ല. പക്ഷേ നമ്മുടെ ഈ ഓയിൽ സ്കിന്നുകാരാണ് ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുരു വരും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ചിയാ സീഡ് മാസ്ക് ഉപയോഗിച്ചിട്ട് കുരു വന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ട് എന്താ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഓയിൽ സ്കിൻ ടൈപ്പുകാരുടെ കാര്യം പറയുന്നത്, അതല്ലാതെ ഡ്രൈ സ്കിന്നുകാരോ നോർമൽ സ്കിന്നുകാരോ ഉപയോഗിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണെന്ന് പറയാനല്ല ഞാൻ പറഞ്ഞത്. കുരു വന്നിട്ടുണ്ടെങ്കിൽ സൈഡ് എഫക്റ്റ് ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ചിയാ സീഡ് മാസ്കിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂണോളം ഗ്രീൻ ടീയുടെ ലീഫ് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഗ്യാസ് അങ്ങ് ഓൺ ചെയ്തിട്ട് അത് ഗ്രീൻ ടീ ആക്കി കൊണ്ടുവരികയാണ്. പഞ്ചസാര ഇടരുത് കേട്ടോ. നമ്മൾ സാധാരണയായിട്ട് ആ ഒരു എക്സ്ട്രാക്റ്റ് മാത്രമായിട്ട് എടുത്തുകൊണ്ട് വരികയാണ്. ഇനി ഇതിന് നിങ്ങളിപ്പോൾ പൊതുവേ കണ്ടിട്ടുണ്ടാകും, ഈ ഒരു ചിയാ സീഡ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് പാലായിരിക്കും അതിനകത്ത് ചേർക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഡ്രൈ സ്കിന്നുകാർ നോർമൽ സ്കിന്നുകാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് തീർച്ചയായിട്ടും ഒരു 2 ടീസ്പൂൺ പാലും ബാക്കി ഒരു കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ്സാണ് നമുക്ക് ടോട്ടൽ വെള്ളത്തിൻ്റെ ഒരു അളവ് എന്ന് പറയാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് അങ്ങ് എടുക്കുക. ഒരു 2-3 ടീസ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ബാക്കി വെള്ളം ഒരു കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ചിയാ സീഡ് കുതിർക്കാൻ വെക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ചെയ്യുന്നത് ഈ ഒരു ചിയാ സീഡിനകത്തേക്ക് നമ്മളിവിടെ എക്സ്ട്രാക്റ്റ് എടുത്തില്ല, ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്റ്റ് അതാണ് ചേർക്കുന്നത്. അത് ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ സ്കിൻ ടൈപ്പ് ആർക്ക് പിമ്പിൾസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതി ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്റ്റ് ആണ് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ കാണുന്ന സ്പൂണിനകത്തേക്ക് 1 ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഈ ഒരു ചിയാ സീഡ് എടുത്തിട്ടുണ്ട്. ഈ ചിയാ സീഡ് എന്ന് പറയുമ്പോൾ പിന്നെ അടുത്ത വരുന്ന സംശയമാണ്, ഇത് നമ്മൾ സർബത്തിനകത്തിട്ട് കുടിക്കുന്ന ആ ഒരു സംഭവമാണോ എന്നുള്ളത്. അത് സബ്ജാ സീഡ് എന്ന് പറയും കേട്ടോ. അത് മാറി ചിയാ സീഡ് എന്ന് പറയും. ചിയാ സീഡ് പറയുമ്പോൾ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ ഒരു വൈറ്റ് കളറും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ഈ ഒരു ചിയാ സീഡ്. സബ്ജാ സീഡ് എന്ന് പറയുമ്പോൾ ഫുൾ ബ്ലാക്ക് ആയിരിക്കും. അതാണ് നമ്മൾ സർബത്ത് കുടിക്കുമ്പോഴൊക്കെ അതിനകത്ത് ഇട്ടിട്ട് ഷെയ്ക്കൊക്കെ അടിക്കുന്ന സമയത്ത് അതിനകത്ത് ഇട്ട് കുടിക്കുന്ന ഒരു സംഭവം അതാണ് കേട്ടോ. അത് ഫുൾ ബ്ലാക്ക് ആയിരിക്കും. ഇത് ചെറിയ രീതിക്ക് ഒരു വൈറ്റ് കളർ ഉണ്ടാവും ചിയാ സീഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഗ്രീൻ ടീയും കൂടി അങ്ങ് ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് ഒരു 4 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് കുതിർക്കാൻ വെക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് അങ്ങ് നിങ്ങൾ ചെയ്തു വരാം. അപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് നല്ല ആ ഒരു ജെൽ കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ആ ഒരു ജെൽ ടൈപ്പായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞില്ല, നമ്മളിനി ഇതിനങ്ങ് ഒരു മിക്സി ബൗളിനകത്തിട്ടങ്ങ് നല്ലവണ്ണം അങ്ങ് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരണം കേട്ടോ.
എന്നതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഹണി ആഡ് ചെയ്യാം കേട്ടോ. തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം തേൻ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിനകത്തേക്ക്. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്യാൻ മുന്നേറ്റ് കൈ മുഖമൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് തുടച്ചിട്ട് വരിക. എന്നതിന് ശേഷം ഈ ഒരു മാസ്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് വെച്ചിരുന്നാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്കിത് കഴുകി കളയാം. ഒത്തിരി അങ്ങ് ഡ്രൈ ഒന്നും ആവത്തില്ല. ചെറിയ രീതിക്ക് ആ ഒരു ഹൈഡ്രേഷൻ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഫേസിൽ. നന്നായിട്ടൊന്നും ഡ്രൈ ആവത്തില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ ശേഷം നമുക്കതങ്ങ് കഴുകി വരാം. ആഴ്ചയിൽ നിങ്ങൾ 2 അല്ലെങ്കിൽ 3 തവണ മാത്രമേ ഈ ഒരു ചിയ സീഡിൻ്റെ മാസ്ക് യൂസ് ആക്കാൻ പാടുള്ളൂ. അതും 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണം ഇത് ചെയ്തു വരാനായിട്ട്. ഈ രീതിക്ക് നിങ്ങൾ ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓയിൽ സ്കിൻ ടൈപ്പുകാർക്ക് പിമ്പിൾസിൻ്റെ പ്രശ്നം വരത്തില്ല. അതല്ലാത്ത സ്കിൻ ടൈപ്പുകാർക്ക് നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാം കേട്ടോ. പാലും വെള്ളം കൂടി ചേർത്ത് ഉപയോഗിച്ചിട്ട് ഈ രീതി ഇതേ മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് ചെയ്തു വരാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലിട്ടിട്ട് അതൊന്നും കഴുകി കാണിക്കുന്നില്ല. കഴുകി കാണിച്ചാലും നിങ്ങൾക്കിട്ട് റിസൾട്ട് കാണാനായിട്ട് പോകുന്നുമില്ല. കാരണം ഓൾറെഡി കൈ നിറമുള്ളത് കൂട്ടത്തിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഇതും ഉപയോഗിച്ചാൽ നിറം വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു തവണ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിസൾട്ടൊന്നും കിട്ടില്ല. നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോയിങ് ആയിട്ട് ഫീൽ ആവുന്നുണ്ട് കേട്ടോ. നല്ല രീതിക്ക് ഗ്ലോയിങ് ആയിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട് വൈറ്റനിങ് ആയോ അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് വന്നോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് നല്ല പൊതുവേ ഒരു സോപ്പോ അല്ലെങ്കിൽ ഫേസ് വാഷോ ഉപയോഗിച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബ്രൈറ്റ്നസ് തന്നെയാണ് ഇതൊന്നും ഫീൽ ആയത് കേട്ടോ. അപ്പോൾ ഒരു തവണ ഉപയോഗിച്ചിട്ട് വെളുക്കണം എന്ന് പറഞ്ഞാൽ അതെന്തായാലും നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ ആഴ്ചയിൽ 2 or 3 തവണ ഇതങ്ങ് ട്രൈ ചെയ്യുക. എന്നിട്ടാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് അതിന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറഞ്ഞൊന്നും മറക്കരുത്. ഈ രീതിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ from Shamnu.